പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വർഷത്തിൽ നമുക്ക് ഇത് എന്ത് ചെയ്യണം DR3 KYC നമ്മളെ ഒരു വ്യക്തിൻ്റെ ആധാർ കാർഡിൽ KYC അപ്ഡേറ്റ് എന്ന് പറയില്ല, അതുപോലെ നമ്മളിപ്പോൾ അഡ്രസ്സ് മാറിയിട്ടുണ്ടോ, ലൊക്കേഷൻ മാറിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഫോൺ നമ്പർ മെയിൽ ID തന്നെയാണ് സെയിം യൂസ് ചെയ്യുന്നത്, ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ MCAയിൽ കൊടുക്കണം. അങ്ങനെ DR3 KYC എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കമ്പനി ഇൻകോർപ്പറേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ നമുക്കിത് അവയർനെസ് ഉണ്ടായിരുന്നു. ഓരോ വ്യക്തി ഇതിനെ കുറിച്ചിട്ട് അവെയർ ചെയ്തായിരിക്കും. അതായത് DR3 KYC എന്ന് പറഞ്ഞൊരു ഫോം എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. MGT7 AOC4 ഈ പറഞ്ഞ 2 ഫോമുകൾ നിങ്ങൾ ഫയൽ ചെയ്യണം. അതിന് കൂടാതെ തന്നെ ഓഡിറ്റും ഇൻകം ടാക്സും ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, വർഷത്തിൽ ഫയൽ ചെയ്യണം. നമ്മൾ ടൈം ആകുമ്പോൾ നിങ്ങളെ വിളിക്കും. അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയി മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് MGT7 AOC4 ടൈം ആകുമ്പോൾ നിങ്ങൾ വിളിക്കും. ആ ടൈമിൽ കാര്യങ്ങൾ അക്കൗണ്ട്സും കാര്യങ്ങളും പ്രോപ്പറാണോ നമ്മൾ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറാണോ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് മുതൽ എല്ലാ അക്കൗണ്ട്സും ബാങ്കിൽ വരുന്ന ഓരോ എമൗണ്ട്, നമ്മുടെ ബിസിനസ്സിൽ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. അതിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെ ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. കാരണം അക്കൗണ്ട്സ് ബാക്കപ്പ് നമുക്ക് ഇവിടുന്ന് ചെയ്തു തരാൻ കഴിയും. പിന്നെ ട്രാൻസാക്ഷൻ ഓവർ ലിമിറ്റ് ആകുമ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കില്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിനെ വെക്കേണ്ട ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിനെ വെക്കാം. അല്ല, നിങ്ങൾ അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല എന്നാൽ അതിന് മാത്രം ട്രാൻസാക്ഷൻ ഇല്ല, കറക്റ്റ് റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അത് നിങ്ങൾക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വിർച്വൽ അക്കൗണ്ട്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വേണ്ടി വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നീട് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പ് ഓൾറെഡി നിങ്ങൾ ഇൻക്ലൂഡ് ആണ്. അതിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, നമ്മൾ ക്ലിയർ ആക്കി തരും. സോ ഇത് ഇവർക്ക് മാത്രമല്ല, ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ INC20 ID21 ഫയൽ ചെയ്തിനോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്തിട്ട് ഇതുവരെ ഒന്നും ചെയ്യാത്ത വ്യക്തികളൊക്കെ ഞാൻ പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർക്ക് വേണ്ട രീതിക്ക് നമ്മൾ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുന്നതായിരിക്കും.